ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ്. പിന്നെ വേറെയും കുറച്ച് വിശേഷങ്ങളും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം ഞാൻ ഒരു 4:30 ആയപ്പോഴാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നേരെ ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു ടൈമിലാട്ടോ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പറ്റുള്ളൂ, കാരണം നല്ല ചൂടുണ്ട് ഇപ്പോൾ ഇവിടെ. മക്കളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഈ ഒരു ടൈം വെയിലൊന്നും ആറിയിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു ടൈം ആണെങ്കിലും സെയിം തന്നെയാണ്. ഇന്ന് ഇപ്പോൾ ചൂട് അത്യാവശ്യമുണ്ട്, എന്നാൽ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഇറങ്ങിയെന്ന് മാത്രം. പിന്നെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കൂടി കയറാനുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് നാട്ടിൽ പോവാണ്, അപ്പോൾ അവരുടെ അടുത്തൊന്ന് പോകണം. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് ബഹ്റൈനിലെ സേക്രഡ് ഹാർട്ട് ചർച്ച്. ഞങ്ങളിപ്പോൾ ഈ പള്ളിയിലേക്ക് വരൽ കുറവാണ് കേട്ടോ. ഞങ്ങൾ കൂടുതലും അവാലി ചർച്ചിലേക്കാണ് പോകാറുള്ളത്. ഇവിടെ പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടാണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ഏരിയ കുറച്ച് റഷ് ആയിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ കൂടുതലും അവാലി പള്ളിയിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ കുറേ നാളായതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഇന്ന്. പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് വലിയ പള്ളിയിലൊക്കെ കയറി ഞങ്ങൾ. പിന്നെ അവിടെ കയറുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിപ്പോൾ മാതാവിൻ്റെ ഗ്രോട്ടോടെ അവിടെയുള്ള കുറച്ച് വീഡിയോസാണ്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ലുലുവിലേക്കാട്ടാ പോയത്. ലുലുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡ് ആയല്ലോ, പിന്നെ അടുത്ത ആഴ്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കണം. ലുലുവിൽ ഇപ്പോൾ 1-2-3 ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ സിഞ്ചിലുള്ള ലുലുവിലാണ് കയറിയത്. എല്ലാ ലുലുവിലും ഉണ്ട് 1-2-3 ഓഫറുകൾ. അപ്പോൾ കുറേ സാധനങ്ങൾക്ക് നല്ല ഓഫറുകളുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പേഴ്സാണ്. ചെറിയ കുട്ടികളുള്ള പാരൻസിനാണെങ്കിൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ പാമ്പേഴ്സ് അല്ലെങ്കിൽ സ്നഗ്ഗി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വന്നിട്ട് നോക്കുന്നത് സ്നഗ്ഗിയാണ് കേട്ടോ. കാരണം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ ഈ പാമ്പേഴ്സിനൊക്കെ നല്ല ഓഫറുകൾ വരാറുണ്ട് കേട്ടോ. ആ സമയത്താണ് കൂടുതലും വാങ്ങിച്ച് വയ്ക്കാറ്. പിന്നെ ട്രോളി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പതുക്കെ അവനെ ഇതിൽ കയറ്റി നിർത്തുവിട്ടാ. കാരണം താഴെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പർച്ചേസും കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ഇവൻ്റെ പിന്നാലെ ഉടലായിരിക്കും മെയിൻ പരിപാടി. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ദിവസമാണെങ്കിൽ അങ്ങനെ ട്രോളിയിൽ കയറ്റിയിരുത്തും, അല്ലെങ്കിൽ പിന്നെ താഴെ നിർത്തും. അങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിക്കും. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ട്രോളിയിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട്. കാര്യം കുറച്ച് സാധനങ്ങളൊക്കെ ഓഫറൊക്കെ നോക്കി എടുക്കാനുണ്ടായിരുന്നു. പിന്നെ സെബാമെഡിൻ്റെ സോപ്പ് നോക്കാനായിട്ട് വന്നപ്പോൾ സോപ്പ് ഇവിടെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. സോപ്പില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇവിടെ നിന്ന് ഒരു ബ്രഷ് വേണമായിരുന്നു എനിക്ക് ബാത്റൂം കഴുകാനായിട്ട്. അത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പോരണ സമയത്ത് പിന്നെ എടുക്കാൻ മറന്നു. ആ സമയത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടുപേരും കൂടി ആ കോല് വെച്ചിട്ടുള്ള കളിയായിരിക്കും. അപ്പോൾ അത് വെറുതെ മേത്ത് കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ തന്നെ വെച്ചു. പിന്നെ അതെടുക്കാനും മറന്നു. പിന്നെ ഇപ്പോൾ ഇവളുടെ മെയിനായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ ട്രോളിയിൽ കയറിയിരിക്കൽ. അങ്ങനെ കയറിയിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല, പക്ഷേ അവനങ്ങനെ നിൽക്കണ കാണുമ്പോൾ പിന്നെ അപ്പോൾ അവൾക്കും കയറിയിരിക്കണം. അങ്ങനെ പിന്നെ ചിക്കൻ ഞങ്ങൾ ഒരു 2 എടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 എടുക്കാം. എന്നിട്ട് പിന്നെ ചിക്കൻ അവർ തന്നെ കട്ട് ചെയ്യാൻ കൊടുക്കും നമ്മളെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ.
പിന്നെ ഇത് ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ. ഞാനിവിടെ നിന്നൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇവിടെ ചില സമയത്ത് ഉണ്ണിയപ്പം ഉണ്ടാവാറുണ്ട് പാക്കറ്റിലാക്കിയിട്ട്. ചിലപ്പോൾ എടുക്കാറുണ്ട്, ഇങ്ങനെ വല്ലാതെ കൊതി തോന്നുന്ന സമയത്ത് ഒരു പാക്കറ്റൊക്കെ എടുക്കും. ഇന്നിപ്പോൾ ഞാൻ അവിടെ നിന്നൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ പച്ചക്കറികൾ എടുക്കണം. ആദ്യം തന്നെ സാമ്പാർ കഷ്ണം എടുത്തു ഞാൻ. പിന്നെ ക്യാബേജിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാബേജ് ഒരെണ്ണം ചെറുത് നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പച്ചക്കറി സെക്ഷനിൽ ചെല്ലുമ്പോൾ തന്നെ എടുത്തു വയ്ക്കുന്ന ഒരു സാധനമാണ് കേട്ടോ തേങ്ങ. എനിക്കിങ്ങനെ തേങ്ങ ബോക്സിലുള്ളതാണ് ഇഷ്ടമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിരകാൻ കൊടുത്തിട്ട് അവർ കവറിലാക്കിയിട്ടാണ് തരിക. അതുകൊണ്ട് എനിക്ക് ബോക്സിലുള്ളത് വേണ്ടതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് തേങ്ങ എടുക്കും. പിന്നെ പച്ചക്കറികൾ വേറെ എടുക്കണ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാര്യം അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ ഫ്രൂട്ടി കണ്ടപ്പോൾ, ഇവിടെ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഫ്രൂട്ടി വന്നു തുടങ്ങിയിട്ട്, നാട്ടിലെ പോലെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. ഓ ഏതാ വേണ്ടേ? അതിനാ മതിയാ. അത് അച്ചാറാണ്. ഓ ഇടിച്ചാ സാരല്ലേ, പോട്ടെ. പിന്നെ ഞാൻ മുട്ട എടുക്കാൻ മറന്നിട്ട് അതെടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു അറ്റത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മുട്ട ഞാനിപ്പോഴും അങ്ങനെ സ്റ്റോക്കായിട്ട് വെക്കാറുണ്ട്. അത് എല്ലാവരും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. കാരണം എന്തെങ്കിലും പെട്ടെന്നൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മുട്ട ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പം അതെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ ബില്ലടിക്കാൻ പോവാം. അപ്പോൾ ഓൾറെഡി അവിടെ ബില്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതും കൂടി ബില്ലടിച്ചെടുക്കണം. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഞാൻ എടുത്തില്ല. പിന്നെ അത്യാവശ്യം തിരക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ സമയം അത്യാവശ്യം വൈകിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ചേട്ടന് ഡ്യൂട്ടിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. പിന്നെ ഒന്നും എടുക്കാനായിട്ട് നിന്നിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഇവള് ജ്യൂസ് പൊട്ടിച്ചിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഷെയർ ചെയ്ത് കുടിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, ചെറിയൊരു ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.